ഇപ്പോൾ കിട്ടിയത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സംഭവശേഷം കാർ പാഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിവേഗത്തിൽ ദിശ തെറ്റിച്ച് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ്. ഇപ്പോൾ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. നേരത്തെ ആശുപത്രിയിൽ നിന്ന് നടപടിയൊക്കെ നേരത്തെ നേരിട്ടതാണ്. ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട്? ഇപ്പോഴൊരു ദൃശ്യങ്ങൾ കൂടി പുതുതായി പുറത്തു വന്നിട്ടുണ്ട്. അത് അത്രയും അപകടകരമായ രീതിയിൽ ഈ സംഭവം നടന്നതിന് ശേഷം അവർ കാർ ഓടിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത് ആര് പകർത്തിയതാണ്? വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, ഇന്നലെ 5:45 ശേഷം ഈ അപകടത്തിന് ശേഷം ഈ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ ദൃശ്യങ്ങൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെ പിന്തുടർന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇങ്ങനെയാണ്. ഈ അപകടം നടന്ന ശേഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് നാട്ടുകാർ ഈ അജ്മലിനെയും ശ്രീകുട്ടിയെയും പിന്തുടരുന്നു. ആ ഘട്ടത്തിൽ നാട്ടുകാർ എടുത്ത വിഷ്വലാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആ സമയത്ത് പോലും അജ്മൽ സ്വാഭാവികമായ രീതിയിലായിരുന്നില്ല വാഹനം ഓടിച്ചിരുന്നതെന്ന് തെളിയിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അമിത വേഗതയിൽ ദിശയെല്ലാം തെറ്റിച്ച് എതിർ ദിശയിൽ തന്നെ വാഹനം പോകുന്ന പലപ്പോഴും നമുക്ക് കാണാം. അതുപോലെ തന്നെ പലപ്പോഴും പല വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ പോലും സഞ്ചരിക്കുന്ന രീതിയിലാണ് അജ്മലിന്റെ ഡ്രൈവിംഗ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇത് ഈ അപകടത്തിന് ശേഷം ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം നടന്ന അപ്ഡേഷൻ, ഈ കേസിൽ ഈ ഡോക്ടർ ശ്രീകുട്ടിയെ കൂടി ഈ പ്രതി ചേർത്ത് നരഹത്യാ വകുപ്പ് പ്രകാരം പ്രതി ചേർത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ അപകടം ഉണ്ടായ സമയത്ത് ഈ വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിന് പ്രേരണയായത് ഡോക്ടർ ശ്രീകുട്ടിയാണ് എന്നുള്ളതാണ്. ഒരു ഡോക്ടറുടെ കൃത്യവിലോപം, അതിനപ്പുറം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു പ്രേരണയടക്കം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നിഗമനം. ഇത് സാധൂകരിക്കുന്ന ചില സാക്ഷിമൊഴികൾ കൂടി പോലീസിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് മുമ്പാകെ നൽകി. അവർ പറയുന്നു ഇങ്ങനെയാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ, ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവർ വാഹനത്തിന് മുമ്പിലേക്ക് എത്തി ഈ വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗ്ലാസ് അല്പം താഴ്ത്തിയിരുന്നു. അപ്പോൾ പിന്നിലിരുന്ന ആളാണ് വാഹനമെടുക്കാൻ ഈ ഡ്രൈവറോട് നിർദ്ദേശിച്ചത്, അതായത് അജ്മലിനോട് നിർദ്ദേശിച്ചതെന്നാണ്. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയായ ഈ ശ്രീകുട്ടിക്കെതിരെ ഈ നരഹത്യാ വകുപ്പടക്കം ചുമത്തി കേസെടുക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ശ്രീകുട്ടിയെയും അതുപോലെ തന്നെ അജ്മലിനെയും മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റ് മുമ്പിലാണ് ഹാജരാക്കുക. ഈ രണ്ടുപേർക്കുമെതിരെയുള്ള കണ്ടെത്തലുകൾ, പോലീസിന്റെ ഫൈൻഡിങ്സ്, ഫോറൻസിക്കിന്റെ പ്രാഥമികമായ വിലയിരുത്തലുകൾ അടക്കം കോടതിക്ക് മുമ്പാകെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇരുവരുടെയും ഈ വീട്ടുകാർ അടക്കമുള്ളവരെ ഇവിടേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഇന്റിമേഷൻ അടക്കം നൽകേണ്ടതായ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയായാൽ ഉടൻ തന്നെയായിരിക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. ഇരുവർക്കുമെതിരെ ഈ കേസിൽ, ഈ സംഭവത്തിൽ നരഹത്യാ വകുപ്പ് നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാ വകുപ്പും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ പ്രേരണ, അത് പ്രേരണയാണ്. ഈ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ നരഹത്യ നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. സ്വാഭാവികമായും ഇത് ശ്രീകുട്ടിക്കെതിരെ നിലനിൽക്കും എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. രണ്ടുപേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത് ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ അപകടം ഉണ്ടാക്കിയതിനു ശേഷം പ്രതികൾ ആ കാറിൽ രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. അത് നാട്ടുകാർ ഈ അപകടത്തിന് ശേഷം ആ വാഹനത്തെ പിന്തുടർന്നിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മറ്റ് വാഹനങ്ങൾ അപകടത്തിലാക്കും വിധം അത്രയും അശ്രദ്ധമായി ട്രാക്ക് തെറ്റിച്ചൊക്കെയുള്ള അതിവേഗത്തിലുള്ള യാത്ര, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ വൈകിട്ട് 4:30 രാജിക്കത്ത് നൽകും. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്കാണ് രാജിക്കത്ത് നൽകുക. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം സജീവമായി നിൽക്കുന്നു. ചില പേരുകൾ, അതിഷിയുടെയൊക്കെ പേരുകൾ, അതുപോലെ സുനിത കെജ്രിവാളിൻ്റെ പേരുകളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്താണ് ആപ്പിലെ ചർച്ചകൾ, വിനീത?
റിജിത്ത് ആർ ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയിൽ ചർച്ചകളൊക്കെ തന്നെ സജീവമായി തുടരുകയാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിഷിയുടെ പേരുണ്ട്, ഒപ്പം തന്നെ സുനിത കെജ്രിവാളിന്റെ പേരുണ്ട്. ഇങ്ങനെ ആർക്കാണ് സാധ്യത ഉൾപ്പെടെയുള്ള ഒരു പ്രഥമ പരിഗണനയിലേക്ക് വരുന്ന ചില പേരുകളൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 1-2 ദിവസത്തിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ സുനിത കെജ്രിവാൾ വരികയാണെങ്കിൽ അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം കൂടി ആ ഒരു ഘട്ടത്തിൽ നിർണായകമാകുമെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. രാജീവ് ചദ്ദ അടക്കമുള്ളവർ അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മനീഷ് സിസോദിയ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ഇന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിലെല്ലാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതുള്ളത് തന്നെയാണ്. അതേസമയം ഇന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ രാജിപ്രഖ്യാപനം നടത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ താൻ രാജി സമർപ്പിക്കുമെന്നായിരുന്നു ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാളെ വൈകിട്ട് 4:30 അദ്ദേഹം രാജിക്കത്ത് കൈമാറുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 4:30 ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ടായിരിക്കും ഈ രാജിക്കത്ത് കൈമാറുക. അരവിന്ദ് കെജ്രിവാളിനൊപ്പം മനീഷ് സിസോദിയയും ഉണ്ടാകും. രാജി സമർപ്പിച്ചതിന് ശേഷം ജനവിധി തേടാനാണ് തീരുമാനം. നേരത്തെ തന്നെ അത്തരം തീരുമാനങ്ങളൊക്കെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയതുമാണ്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ ആ തീരുമാനത്തെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതുകൂടി വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം അത് ജനങ്ങൾ സ്വീകരിച്ച തീരുമാനമാണ്. ആ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുതിർന്ന നേതാക്കളടക്കം ഇന്ന് വൈകിട്ടോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് എത്തുകയും അവിടെ കൂടിക്കാഴ്ചയും മറ്റ് ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ശരി, ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ വൈകിട്ട് 4:30 രാജിവെക്കും. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ആപ്പിൽ ചർച്ചകൾ സജീവം. വിനീത ബി.ജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. പാലക്കാട് വടക്കഞ്ചേരി തങ്കം ജംഗ്ഷനിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, എങ്ങനെയാണ് അപകടം? ഈ പരിക്കേറ്റവരുടെ നില എന്താണ്? ശ്രീജിത്ത്, 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തങ്കം ജംഗ്ഷനിൽ വെച്ചാണ് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിക്കുന്നത്. 20ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതി അജ്മലിനെ പുറത്തിറക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സംഭവശേഷം കാർ പാഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിവേഗത്തിൽ ദിശ തെറ്റിച്ച് അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചാണ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം അജ്മലിനെ സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു. അതിക്രൂരം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനാപകടം നടന്നതിന് ശേഷം അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയിറക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കടുത്ത നടപടികളിലേക്ക്, കടുത്ത വകുപ്പുകൾ ചുമത്തുന്നതിലേക്ക് പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ട്. വനിതാ ഡോക്ടർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. പാലക്കാട് വടക്കഞ്ചേരിയിൽ തങ്കം ജംഗ്ഷനിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു എന്നുള്ള വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്. നിഖിൽ, തുടരാം. നിഖിൽ, ഏതാണ്ട് 20ഓളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഈ ബസ് വടക്കഞ്ചേരി ടൗണിലേക്കാണ് വന്നിരുന്നത്. ആലത്തൂരിലെയും നെന്മാറയിലെയും വിവിധ ആശുപത്രികളിലാണ് പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എങ്കിലും വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് കമ്പിയിലും മറ്റും ഇടിച്ച് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിഴവുണ്ടായത് ഈ സ്വകാര്യ ബസിന്റെ ഭാഗത്താണ് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചു പോരുകയാണ്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.
ബംഗളൂരുവിൽ ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ മലയാളി യുവാവ് മരിച്ചു. ഇടുക്കി കല്ലാർ തൂക്കുപാലം സ്വദേശി ദേവനന്ദനാണ് മരിച്ചത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാവിലെയാണ് ഈ അപകടമുണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് സോലദേവനഹള്ളിയിലേക്ക് സുഹൃത്തുക്കളെ കാണുന്നതിന് വേണ്ടി പോകുന്നതിനിടെയാണ് ഈ ദേവനന്ദൻ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റത്. ട്രെയിനിൽ നിന്ന് കാൽ തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തലക്കുൾപ്പെടെ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ഹെബ്ബാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് ആ മരണം സംഭവിച്ചത്. ഇടുക്കി കല്ലാർ തൂക്കുപാലം സ്വദേശിയാണ്. 24 വയസ്സാണ്. നിലവിൽ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് പല്ലശ്ശനയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള അവിട്ടത്തല്ലിന് തുടക്കമായിരിക്കുന്നു. പോരാട്ട വീരത്തിന്റെ പെരുമ വിളിച്ചോതുന്ന ആചാരത്തിന്റെ വിശേഷങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ആചാരത്തിന്റെ പ്രത്യേകതകളുമൊക്കെ വിശദീകരിക്കാം നിഖിൽ. സംബന്ധിച്ചിടത്തോളം ഈ ഓണാഘോഷങ്ങൾക്ക് ഒരു പരിസമാപ്തിയാണെങ്കിൽ ഈ ഓണത്തല്ലും അവിട്ടത്തല്ലും കൂടി പൂർത്തിയാകണം. ഇന്നലെ ഓണത്തല്ല് നമ്മൾ കണ്ടു, തിരുവോണനാളിലെ ഓണത്തല്ല് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്നിപ്പോൾ അവിട്ടത്തല്ലാണ്. ആ ചടങ്ങും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകളെല്ലാവരും തന്നെ ഈ കുളത്തിൽ ചാടുന്നതോടുകൂടിയാണ് ഈ ചടങ്ങിന് ഈ വർഷത്തെ ചടങ്ങിന് പരിസമാപ്തിയാകുന്നത്. ഇത് കാണുന്നതിന് വേണ്ടി പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. പല ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, ഒരു പക്ഷേ അയൽ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. കോഴിക്കോട് നിന്നാണ് ഇത് കാണാൻ വേണ്ടി ഇതിനു വേണ്ടി വന്നതാ. പല ആളുകൾ വന്നിട്ടുണ്ട്. ചേട്ടാ എവിടെ നിന്നായിരുന്നു? കുറിച്ചാണ് നമ്മുടെ ഭാര്യയുടെ ഇവിടെയാണ്. എല്ലാ വർഷവും എല്ലാ വർഷവും വരാറുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ്. നമുക്കിതൊരു പുതിയ ഇതാണല്ലോ. ഞാനും കോഴിക്കോട്ട്. കുറേ വർഷമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും കാണാനൊരു അവസരം കിട്ടിയത് എൻ്റെ അമ്മയുടെ കസിൻ്റെ വീട് ഇവിടെ എടുത്താണ്. അപ്പോൾ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് അവിട്ടത്തിന് ഇങ്ങോട്ട് വന്നതാ വിത്ത് ഫാമിലി. ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുരാജാവായിരുന്ന കുരൂർ നമ്പിടിയെ ചതിച്ച് അയൽ നാട്ടുരാജാവ് കൊലപ്പെടുത്തിയതിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ഒരുപാടധികം ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ അവിട്ടത്തല്ലിന്റെ ഏറ്റവും അവസാന ചടങ്ങുകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇപ്പോൾ ഈ കുളത്തിൽ വന്ന് മുങ്ങുന്നതോടുകൂടി ഈ വർഷത്തെ അവിട്ടത്തല്ലിന് ഔദ്യോഗികമായിട്ടുള്ള പരിസമാപ്തിയാകും. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് LHB കോച്ചുകൾ അനുവദിച്ച റെയിൽവേ. ജനശതാബ്ദിയുടെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിവരങ്ങൾ. അജീഷ്, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് LHB കോച്ചുകളാണ് റെയിൽവേ അനുവദിച്ചിട്ടുള്ളത്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണ് ഈ ജനശതാബ്ദി എക്സ്പ്രസിന് കിട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസിൽ ഈ മാസം 29 മുതലും കണ്ണൂരിൽ നിന്നുള്ള സർവീസിന് 30 മുതലും പുതിയ കോച്ചുകളാകും ഉണ്ടാവുക. ജനശതാബ്ദിയിലെ പഴയ കോച്ചുകൾ മാറ്റണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തിനാണ് ഇപ്പോൾ ആ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. അതേസമയം കണ്ണൂർ ജനശതാബ്ദി പേർവരെ സർവീസാക്കണമെന്ന ആവശ്യത്തോട് ഇതുവരെ റെയിൽവേ പ്രതികരിച്ചിട്ടില്ല. തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റി എന്നിവയുടെ കോച്ചുകൾ മാറുന്നതും നിലവിൽ പരിഗണനയിലുണ്ട് റെയിൽവേയുടെ. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നല്ലെന്ന് നടി രഞ്ജിനി 24നോട്. നേരത്തെ തന്നെ വിവരങ്ങൾ ചോർന്നെന്നും സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണിതെന്നും രഞ്ജിനി പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നു. സർക്കാരിന് അപ്പോൾ തന്നെ ഗാഗ് ഓർഡർ ഇറക്കാമായിരുന്നെങ്കിലും അത് ചെയ്തില്ല എന്നും രഞ്ജിനി 24നോട് പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൺ കോഷൻ. ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്തു വരുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗ് ഓർഡർ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. അപ്പൊ ഇത് എവിടെ പോയി ഞങ്ങൾ പരാതി കൊടുക്കും? ഒരു ചാനൽ ഭീഷണിപ്പെടുത്തിങ്കില് ഗവൺമെന്റ് ഷുഡ് ഹാവ് ഗിവൻ എ ഗാഗ് ഓർഡർ അല്ലേ മീഡിയക്ക്? ഇനി ഒരു കേസ് മൺഡേ വരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കുന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ എന്ത്? അവിടെയല്ലേ ഫെയിലിയർ ആയത്?
മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നു. രോഗലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിൾ എടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിൾ എടുത്തത്. മരിച്ച യുവാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്ക പട്ടിക തയ്യാറാക്കാനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ജില്ലയിൽ ഒന്നാകെ നിപ ജാഗ്രതയുണ്ട്. അതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്ന നടപടികൾ എങ്ങനെ ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വിപിൻ? റീജിത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് അതിവേഗം കടക്കുകയാണ്. ചെറിയ തോതിലെങ്കിലും നിപ ലക്ഷണങ്ങൾ, അത് പനിയോ കടുത്ത ചുമയോ ആണെങ്കിൽ പോലും അത് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നും സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് ലാബിൽ പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ 5 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലുണ്ട്. ബാക്കിയുള്ള 5 പേർക്ക് ചെറിയ തോതിലാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളത്. അങ്ങനെ മൊത്തം 10 പേരുടെ സാമ്പിളുകളാണ് നിലവിൽ ശേഖരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ച 23-കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ്. അത് വെല്ലുവിളിയാണെങ്കിൽ പോലും അത് പുരോഗമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ എവിടെയൊക്കെ പോയിരുന്നു, ഈ ബാംഗ്ലൂരിൽ നിന്ന് ഓഗസ്റ്റ് 22-ന് വന്നതിന് ശേഷം എവിടെയൊക്കെ പോയി എന്നുള്ളതിന്റെ ഒരു കൃത്യത ഇനിയും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഓരോ പ്രദേശത്തായി നടത്തുന്നു. ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ ഇന്നും വിവരങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കോൺടാക്ട് ട്രേസിംഗ് നടക്കുന്നത്. നിലവിൽ 151 പേരാണ് ക്വാറന്റൈനിലുള്ളത്. ഈ പട്ടിക വിപുലീകരിച്ചൊരു ശേഷമായിരിക്കും, കൃത്യത വന്നതിന് ശേഷമായിരിക്കും റൂട്ട് മാപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി ശിവസേന MLA സഞ്ജയ് ഗെയ്ക്വാദ്. രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകും എന്നായിരുന്നു പരാമർശം. സഞ്ജയ് ഗെയ്ക്വാദിന്റെ പരാമർശത്തെ BJP സംസ്ഥാന ഘടകം തള്ളി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഈ പരാമർശം സംസ്ഥാന നേതൃത്വം തള്ളുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ ബൽറാം? റിജിത്ത, കോൺഗ്രസ് ഈ പരാമർശത്തെ അപലപിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണിയുമായി ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗെയ്ക്വാദാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഭീഷണി ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നാവരിഞ്ഞാൽ 11 ലക്ഷം രൂപ സമ്മാനം നൽകും എന്ന പ്രഖ്യാപനമാണ് വാർത്താ സമ്മേളനത്തിൽ MLA സഞ്ജയ് ഗെയ്ക്വാദ് നടത്തിയിരിക്കുന്നത്. സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി US-ൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ശിവസേന നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിൽ ഭീഷണി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന BJP ഇക്കാര്യം പരാമർശത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ പരാമർശത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബൻകുലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കാണാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.